ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലൂടെ ദൈവിക ചിന്തയുടെ മനുഷ്യരാകുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. കൈസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനം പറയുന്നത്? ഓരോരുത്തരും ഓരോ മറുപടികൾ പറയുന്നുണ്ട്. പത്രോസ് വളരെ കൃത്യമായിട്ട് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. പത്രോസിനോട് ഈശോ പറഞ്ഞു കൊടുത്ത, പത്രോസ്, ഇത് നിന്റെ കഴിവല്ല, മാംസരക്തങ്ങളല്ല, ദൈവത്തിൻ്റെ വെളിപാടാണ്. ഇങ്ങനെ ദൈവിക വെളിപാട് കിട്ടിയ മനുഷ്യൻ അതിനുശേഷം ഈശോ ഉടനെ തന്നെ പറഞ്ഞതിൻ്റെ സഹനത്തെക്കുറിച്ചാണ്. പത്രോസിനെ ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. കാരണം പത്രോസിൻ്റെ കയ്യിലാണ് സഭയുടെ താക്കോലിരിക്കുന്നത്. ഇനി സഭയുടെ താക്കോല് സൂക്ഷിപ്പുകാരന് ഉൾക്കൊള്ളാനാവാത്ത ഒന്നാണ് മിശിഹായുടെ സഹനമെന്ന് പറയുന്നത്. അതുകൊണ്ട് പത്രോസ് ഈശോയെ ശാസിക്കാൻ തുടങ്ങിയെന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുക. ഈശോയെ വഴക്ക് പറയുകയാണ്, ഇങ്ങനെയൊന്നും വേണ്ട, അത് ഈ സഹനത്തിൻ്റെ പരിപാടിയൊന്നും വേണ്ട, എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഈശോ പത്രോസിനെയും തിരിച്ച് ശാസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോവുക, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല. പത്രോസിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ ഈ ഓളങ്ങൾ പോലെയാണ്. ഒരു സുപ്രഭാതത്തിൽ വലിയ രഹസ്യങ്ങളൊക്കെ ഏറ്റുപറയും, അടുത്ത നിമിഷം അദ്ദേഹം വീണു പോവുകയാണ്. വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം ഈശോയെ തടസ്സപ്പെടുത്തുന്ന മനുഷ്യനാണ് പത്രോസ്. പിന്നീട് യാത്ര മുൻപോട്ട് പോകുമ്പോൾ ഈശോ പത്രോസിന് വാണിംഗ് കൊടുക്കുന്നുണ്ട്, പത്രോസേ, ഇന്ന് രാത്രി നീ എന്നെ തള്ളിപ്പറയും. അടുത്ത മണിക്കൂറിൽ അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുന്ന ഗത്സമേൻ തോട്ടത്തിലേക്ക് 3 പേരെ മാത്രം കുറേയും കൂടെ അടുത്തിരുത്തി. അതിൽ പത്രോസുണ്ട്. ഉറങ്ങരുതെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. ഒറ്റിക്കൊടുക്കാൻ വന്നവൻ വരുമ്പോൾ പത്രോസ് വാളെടുത്തൊക്കെ വീശുന്നുണ്ട്. പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് വീണ്ടും അവനെ തള്ളിപ്പറയുകയാണ്. ഉദ്ധാനശേഷം പത്രോസ് ഈശോയെ തിബേരിയസിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ഈ പത്രോസ് എന്ന മനുഷ്യന്റെ നൈർമല്യം ഇതാണ്. ഈശോ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഏറ്റുപറയുന്ന കാര്യമുണ്ട്, നീ എല്ലാം അറിയുന്നു, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ എപ്രകാരം സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. പത്രോസ് എന്ന മനുഷ്യനെ ജീവിതത്തിൽ മുൻപോട്ട് നയിച്ച ബോധ്യം ഇതാണ്, നീ എല്ലാം അറിയുന്നു, ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നുമൊക്കെ നീ അറിയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു വലിയ ധൈര്യം ഇതാകണം. നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്, വീണുപോകുന്നവരാണ്, നിരന്തരമായിട്ട് ജീവിതത്തിന്റെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മളെ നയിക്കേണ്ട ബോധ്യം ഇതാണ്. പത്രോസിനെ പോലെ പറയാൻ പറ്റണം, കർത്താവേ, നീ എല്ലാം അറിയുന്നു, നിനക്കറിയാം, ഞാൻ ആരാണെന്ന് നിനക്കറിയാം, എൻ്റെ വീഴ്ചകൾ എന്താണെന്ന് നിനക്കറിയാം, എന്നിട്ടും നീ എന്നെ സ്നേഹിക്കുന്നു. ഈ ബോധ്യമാണ് പത്രോസിന്റെ വീഴ്ചകൾക്ക് നടുവിൽ എഴുന്നേറ്റ് നടക്കാനുള്ള കരുത്തായിട്ട് മാറും. നമ്മുടെയൊക്കെ ഈ നോമ്പ് കാലത്തിലെ ഒരു ഓർമ്മ ഇതാകണം, വീണുപോകുമ്പോൾ എല്ലാം അവൻ അറിയാമെന്ന ബോധ്യം നമ്മളെ മുൻപോട്ട് നയിക്കണം. എന്നിട്ട് പത്രോസിനോട് ഈശോ എന്താ പറഞ്ഞു കൊടുക്കുന്ന, പത്രോസ്, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. എപ്പോഴാണ് നമ്മുടെയൊക്കെ ചിന്തകളും മാനുഷികമായിട്ട് മാറുന്നത്? എൻ്റെ പദ്ധതികൾക്കനുസരിച്ച്, എൻ്റെ ഇഷ്ടങ്ങൾക്കുമനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ നിയന്ത്രിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മളൊക്കെ മാനുഷിക ചിന്തയുടെ മനുഷ്യരാണ്. നമ്മൾ വായിക്കുന്ന ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ശോഭനമായ ഭാവിക്കുതകുന്ന പദ്ധതി.
നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ തരുന്ന പദ്ധതി. ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നമുക്കൊക്കെ ഇനി എന്ന് പറയാൻ പറ്റണം, എൻ്റെ ഇഷ്ടങ്ങളല്ല, നിന്റെ ഇഷ്ടങ്ങളൊക്കെ നിറവേറട്ടെ എന്ന് പറയുമ്പോൾ ഉത്തമമായൊരു ബോധ്യമുണ്ടാകണം. എന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയോടുകൂടെയാണ് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത്. എന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് അവൻ എന്നെ നയിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ മാനുഷികമായ ചിന്തകളേക്ക് ഒന്ന് മാറ്റിവെക്കാനായിട്ട് കഴിയും. ഇനി എന്താണ് ഈ ദൈവിക ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ, ദൈവം നടത്തുമെന്ന ബോധ്യത്തിലൊരാൾ അവൻ്റെ പുറകെ നടക്കുമ്പോൾ ആ ആൾ ദൈവിക മേഖലയിലാണ്. അതാണ് പത്രോസ് പഠിപ്പിക്കുന്നത്. കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്, പക്ഷേ തമ്പുരാൻ നയിക്കുമെന്നുള്ള ബോധ്യത്തിൽ, നിനക്കെല്ലാം അറിയാമെന്ന ബോധ്യത്തിൽ അവന്റെ പിന്നാലെ നടക്കുമ്പോൾ പത്രോസിനെ നയിക്കുന്നത് വീഴ്ചകൾക്ക് നടുവിലും ഈ ദൈവികമായ ചിന്തയാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നതാണ് ദൈവം നയിക്കുമെന്നൊരു ബോധം. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ നെഞ്ചില് ഉരുണ്ടുകൂടിയിരിക്കുന്ന യുദ്ധത്തിന്റെ കെടുതികളെ കുറിച്ചുള്ള ആകുലതകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കുണ്ടാകും, ഇനി എന്ന് ഗ്യാസ് കുറ്റി കിട്ടുമെന്നൊരു ആകുലത ഉണ്ടാവില്ലേ? ബുക്ക് ചെയ്തിട്ട് ഇനി എന്നൊരു ഗ്യാസ് കിട്ടുമെന്നുള്ള ആകുലത ഉണ്ടാകും. ഈ ആകുലതകൾക്കും കുറവുകൾക്കും നടുവിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ദൈവം സർവശക്തനാണെന്നും അവന് മനുഷ്യന്റെ തിന്മകൾക്ക് മേല് ഇറങ്ങിവെന്ന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങളായിട്ട് ഇറങ്ങി വരും. ദൈവം നയിക്കുമെന്നുള്ള ബോധ്യമുണ്ടാകണമെങ്കിൽ കുരിശെടുക്കാനായിട്ട് കഴിയണം. ഓർത്തിരിക്കണം, അന്ത്യനാളിൽ അവനെ കാണാനെത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ള തിരിച്ചറിയൽ കാർഡാണ് നമ്മൾ വഹിച്ചിരിക്കുന്ന കുരിശെന്ന് പറയുന്നത്. നമ്മളൊക്കെ തിരിച്ചറിയാനുള്ള അടയാളം അതാണ്. ഈ കുരിശ് വഹിച്ചവനെയാണ് അന്ത്യനാളിൽ സ്വർഗം തിരിച്ചറിയുന്നത്. ഇല്ലെങ്കിൽ കുരിശെടുക്കാത്ത ഒരാളെയും സ്വർഗത്തിന് തിരിച്ചറിയാനായിട്ട് കഴിയില്ല. രണ്ടുപേരും ഒന്നിച്ച് സ്വർഗം തേടി പോയൊരു യാത്രയുടെ കഥയുണ്ട്. സ്വർഗം തേടി പോവുകയാണ്. യാത്ര ആരംഭിക്കുമ്പോൾ അവര് സുവിശേഷത്തിന്റെ കൽപ്പന കൃത്യമായിട്ട് പാലിച്ച് രണ്ടുപേരും ഓരോ വലിയ കുരിശുണ്ടാക്കി. ലക്ഷ്യം വലുതായിരുന്നത് കൊണ്ട് യാത്രയുടെ തുടക്കം വലിയ ആവേശമാണ്. വലിയ 2 കുരിശുണ്ടാക്കി രണ്ടുപേരും ആ കുരിശിങ്ങനെ തോൾ വെച്ചുകൊണ്ട് നടക്കുകയാണ്. യാത്ര കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ അതേ ഒരാൾ ക്ഷീണിച്ചു, വിശ്രമിച്ചു. പിന്നെ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. യാത്ര മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനും ഒരാൾക്ക് മനസ്സിലാകുന്നു, കുരിശും വഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം അതുകൊണ്ട് കുരിശിൻ്റെ ഘനം അല്പം കുറച്ചു, ഭാരം കുറച്ചു. യാത്ര മുൻപോട്ട് പോയി. ഇങ്ങനെ യാത്ര മുൻപോട്ട് പോകുമ്പോൾ ക്ഷീണിക്കുന്നതനുസരിച്ച് ഒരാൾ തൻ്റെ കുരിശിൻ്റെ വലിപ്പം കുറച്ച് ഭാരം കുറച്ചു കൊണ്ടുപോവുകയാണ്. മറ്റേയാൾ ക്ഷീണിതനായി. എന്നിട്ടും അദ്ദേഹം ആദ്യം വഹിച്ച കുരിശ് അതുപോലെ വഹിച്ചുകൊണ്ട് പോവുകയാണ്. അവസാനം സ്വർഗത്തിൻ്റെ കവാടമെത്തുമ്പോൾ അവിടെ ചെറിയൊരു തോടുണ്ട്. ഈ തോടിന് കുറുകെ പാലമില്ല, അക്കരെ കടക്കണം. അവിടെ ഒരു മാലാഹ നിൽപ്പുണ്ട്. മാലാഹ അവരോട് പറഞ്ഞു, നിങ്ങളുടെ തോളിലിരിക്കുന്ന കുരിശ് ഈ പാലത്തിൻ്റെ തോടിൻ്റെ കുറുകെ ഇട്ടിട്ട് അതിലൂടെ കയറി പോരാൻ പറഞ്ഞു. ഒന്നാമത്തെ ആള് തൻ്റെ കുരിശ് തോടിന് കുറുകെ വെച്ചു. അതിലൂടെ നടന്നക്കരെ എത്തി. മാലാഹ കുരിശെടുത്ത് മാറ്റി. രണ്ടാമൻ തൻ്റെ കുരിശ് വെച്ചു, പക്ഷേ അത് തോടിന് ഇണങ്ങുന്നതല്ല, അക്കരെ കടക്കാൻ കഴിയുന്നില്ല. എനിക്കിണങ്ങുന്ന കുരിശുകൾ മാത്രം വഹിച്ചുകൊണ്ട് ഞാൻ സ്വർഗയാത്ര ചെയ്താൽ സ്വർഗത്തിൻ്റെ കവാടം എനിക്ക് മുമ്പ് തുറക്കപ്പെടില്ല. അവൻ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കുരിശുകളൊക്കെ സ്നേഹത്തോടു കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ കവാടം നമുക്ക് വേണ്ടിയിട്ട് തുറക്കപ്പെടുന്നത്. നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കും, നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. മറുപടി ചൊല്ലും, അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവ് അങ്ങയുടെ പക്കലേക്ക്. അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, പരിപാലനയുടെ ദൈവം. അതാണ് ആ പ്രാർത്ഥനയുടെ ആന്തരികത എന്ന് പറയുന്നത്. ഉന്നതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നവന്റെ കരുത്തും ബോധ്യം അതാണ് പരിപാലനയുടെ ദൈവം. നമുക്ക് ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, മാനുഷിക ചിന്തകൾക്കപ്പുറത്ത് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പിന്നാലെ കുരിശെടുത്തുകൊണ്ട്
സ്വർഗം ചേരുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.